യഥാർത്ഥത്തിൽ സർക്കാരിനെതിരെ വിമർശനങ്ങൾ പ്രതിപക്ഷം കടുപ്പിക്കുന്നുവെന്ന രീതിയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ വേളയിൽ ഗിരീഷിന് പ്രേക്ഷകരോട് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? അപ്ഡേറ്റ്സ്. ഗുഡ് മോർണിംഗ്. ഇക്കാര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇപ്പോൾ ഒരു വിശദമായ നിയമപരിശോധന തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ റിപ്പോർട്ട് ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ കോടതിയിൽ റിപ്പോർട്ട് മുഴുവനായി നൽകണമോ എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ പരിശോധനയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. ഏതായാലും വിധിപ്പകർപ്പ് ലഭിച്ചാൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നൽകാൻ, റിപ്പോർട്ട് നൽകാൻ സാംസ്കാരിക വകുപ്പിനോട് ഇപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസ് വരുമ്പോൾ സർക്കാർ എടുക്കേണ്ട നിലപാട് എന്തായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. ഇപ്പോൾ സ്വമേധയാ കേസെടുത്തില്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിമർശനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളടക്കം ഇപ്പോൾ എന്തായാലും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ ഇത്രത്തോളം സർക്കാരിനെതിരെയുള്ള വിമർശനം ഉയരും എന്നുള്ളത് സർക്കാരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഏതായാലും പ്രതിപക്ഷം ഉൾപ്പെടെ കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോൾ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ളവ ഉണ്ടായ സ്ഥിതിക്ക് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു ആവശ്യമാണ് എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നത്. അതോടൊപ്പം LDF-ൽ നിന്ന് പോലും ഇത്തരത്തിൽ കടുത്ത ഒരു എതിർപ്പ് അല്ലെങ്കിൽ വിമർശനം സർക്കാരിനെ നേരിടേണ്ടി വരുന്നുണ്ട്. CPI-യുടെ മുതിർന്ന നേതാവ് ആനി രാജ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. ഏതായാലും സർക്കാർ ഇക്കാര്യത്തിൽ കോടതി പറയുന്നതനുസരിക്കാം എന്നുള്ള ഒരു നിലപാടിലേക്ക് നീങ്ങുമ്പോഴും വിമർശനം സർക്കാരിനെതിരെ വളരെ രൂക്ഷമായി വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന പല സംവിധായകരും അതോടൊപ്പം സാംസ്കാരിക പ്രവർത്തകരും എല്ലാം തന്നെ സർക്കാരിൻ്റെ നിലപാടിനെതിരെ പരസ്യമായ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഒരു നിയമപരിശോധനയ്ക്ക് കൂടി ഇപ്പോൾ തയ്യാറാകുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മൊഴിയുടെ ഒക്കെ രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ പോലീസിന് FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ എന്ന കാര്യമാണ് ഇപ്പോൾ സർക്കാർ പരിശോധിക്കുന്നത്. ഏതായാലും റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറും. പക്ഷേ തുടർ നടപടി ഹൈക്കോടതി പറയുന്നതനുസരിച്ച് തന്നെ വേണോ അതോ സ്വമേധയാ വേണോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം സർക്കാരിന് വലിയ തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു, വി എ ഗിരീഷ്.